എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും ഷാജിയച്ചാ, എന്തുണ്ട് വിശേഷങ്ങൾ? കൂടുതൽ വിശേഷം ചോദിക്കണ്ട. ഇന്ന് വെളുപ്പിനെ തൊട്ട് ഞാൻ ഫോൺ വിളിച്ച് മടുത്ത്. ഫോൺ അവിടെ പോയി. ഞാനത് പറയാൻ വരികയായിരുന്നു അച്ഛാ, മറന്നുപോയായിരുന്നു ഫോൺ. മറവിയുണ്ടോ ഇതുപോലെ? മറവിയുണ്ട് കുറച്ച്. വേറെ ദിവസം ഉണ്ടായി, ഈ ഡേറ്റ് ഞാൻ മറന്നുപോയി. ആണല്ലേ? മറന്നുപോയാലും എനിക്ക് തോന്നണത് 19 വേറെ ദിവസം വെളുപ്പിനെ 4 മണിക്ക് ഞാൻ ഈ ശാലമിൻ്റെ വാതുക്കൽ വന്ന് ഗേറ്റെല്ലാം തുറന്നു. ഷൂട്ടിങ്ങിന് വേണ്ടി എല്ലാം മനസ്സ് വെച്ച് തന്ന് ഞാൻ പറഞ്ഞല്ലോ ഫോണിൽ, ഞാൻ ആ ഡേറ്റ് മറന്നുപോയി. ഈ ഡേറ്റ് ആണെന്നുള്ളത് ഞാനും മറന്നു. ഭയങ്കര മറവിയല്ലേ? അച്ഛനും ഒരു തവണ മറന്നു, ഞാനും ഇപ്പം മറന്നു. തുല്യമാണ്. പക്ഷേ ഈ മറവിയൊക്കെ ഇങ്ങനെയൊക്കെ മറന്നാലും ഒരു മറന്നു പോകാത്തൊരു കാര്യം ഉണ്ടെന്നൊരു മറന്നു പോകരുതാത്ത ഒരു കാര്യം ഉണ്ടെന്ന് ഒരിക്കൽ പാട്ടെഴുതിയപ്പോൾ ഇങ്ങനെ കർത്താവ് പറഞ്ഞു തന്ന പോലെ തോന്നി. ആണല്ലേ? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, മറക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വരിയുള്ളൊരു പാട്ട്. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകരുതേ. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ, സാക്ഷ്യം ചൊരിഞ്ഞു നീങ്ങാൻ സ്തുതിച്ചു വാഴ്ത്താൻ വരം തരേണം നീ, ജീവൻ്റെ മാർഗം ഓ നീ, പ്രാണൻ്റെ നാളം അനന്ത സ്നേഹം. ശരിക്കും ഈ പാട്ട് ഇങ്ങനെ ഉണ്ടായതാണെന്ന് ഞാനിങ്ങനെ ഓർത്തപ്പം ബോണി ചോദിച്ചാൽ ഇത് എങ്ങനെ തുടങ്ങണം എന്നൊക്കെ. ദൈവം ശരിക്കും നമ്മൾ എത്ര ഈ ഡൈസിൽ ഇവിടെ ഇരുന്നിരുന്നിട്ട് പലതവണ പ്ലാൻ ചെയ്തു. പക്ഷേ മറന്നു പോകുന്നൊരു വാക്ക് നമ്മൾ രണ്ടുപേരും പ്ലാൻ ചെയ്തില്ല. കർത്താവ് ഫോൺ മറന്ന വാക്ക് ഞാനും ആ വാക്ക് ഓർത്തില്ല. കർത്താവ് എന്ത് ചെയ്യിപ്പിക്കണോ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം കർത്താവ് എന്നോടും ബോണിയോടും അങ്ങനെ പറയുന്നത്, മറന്നു പോകരുത്. മോക്ഷവും മോക്ഷത്തിൻ്റെ ഭാഗ്യവും അത് പകർന്നു തന്നവനെ മറക്കരുത്. ഒരു എറ്റേണൽ ബ്ലിസ്, അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ്. ശരിക്കും നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ അന്തസത്ത എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ഈ നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അല്ലേ? അത് തന്നെ എപ്പോഴും ഓർക്കാനുള്ള ഒരു ജീവിതമാണ് നമ്മുടേത്. അത് ഓർക്കാൻ മറന്നു പോകരുതേ. അത് മറന്നിട്ട് കാര്യമില്ലേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ലേ. പിന്നെ അച്ഛൻ്റെ പാട്ടിൽ മറന്നു പോകാനായിട്ട് ഇട വരുത്തരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണത്. സൂക്ഷിച്ചില്ലേ മറക്കും ഇത്.
ബോണി ദൈവം അനുഗ്രഹിച്ച് പളുങ്കുകടൽ എന്ന ശുശ്രൂഷ ഇന്ന് ഒത്തിരി പേര് കാണുന്നുണ്ട്. എന്നോട് ശുശ്രൂഷയിൽ ചെല്ലുമ്പോൾ ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിലും അന്ന് വിളിക്കുന്ന ചില വിളികൾ നമുക്കറിയാം. ഈയിടെ മാവേലിക്കര നല്ലയിൽ ചെന്നപ്പം അയ്യോ ബോണി ചേട്ടനില്ലേ ഒരു ശുശ്രൂഷയ്ക്ക്. അപ്പം ബോണിയും ഞാനും അറ്റാച്ചഡായി ശുശ്രൂഷ വഴി. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും അച്ഛന്മാരെന്നെ ശുശ്രൂഷകൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവൻ ശാലോമിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെന്നോ അങ്ങനെയൊന്നുമല്ല, പളുങ്കുകടലിലെ അച്ഛനെന്ന. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു ഗ്ലോറി അറ്റാച്ച് ചെയ്ത് വെക്കും. നമ്മൾ വേഗം മറന്നു പോകും. ഇല്ലേ ബോണി? വന്ന വഴിയൊക്കെ നമ്മൾ മറന്ന് നമ്മൾ വേറൊരു ലോകത്താവും. അതുകൊണ്ട് അതുപോലും കൃപയാണ്. മറന്നു പോകാൻ ഇടവരല്ലേ. അതൊരു എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു, ശരിക്കും ബോണി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ എഴുതിയത് ശ്രദ്ധിച്ചതെങ്കിലും എൻ്റെ ബോണി അതൊരു എൻ്റെ ഉള്ളിലെ ഒരു സത്യകാരണം. സൂക്ഷിച്ചില്ലേ മറക്കും നമ്മൾ വന്ന വഴി. എല്ലാവരും വന്ന വഴി മറക്കാത്തവൻ, വന്ന വഴിയെക്കുറിച്ച് ഓർമ്മയുള്ളവൻ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് അറിഞ്ഞവനാണ്. അത് ഓർത്തിട്ട് ആ കാര്യം എനിക്ക് ഓർമ്മയിലുള്ളത് കൊണ്ട് ഇതൊന്ന് ശക്തമായി പ്രഘോഷിക്കുക കൂടി വേണം. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ആധ്യാത്മികതയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയപ്പെടുമ്പോഴും നിത്യതയെക്കുറിച്ച് ബോധമില്ലാതെ പോകാം അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ സ്കൂളിൽ മക്കളോടൊക്കെ തന്നെയാണല്ലേ, ഡാ മരണത്തിന് ശേഷം ജീവനുണ്ടോ? ഇങ്ങനെ നോക്കിയിരിക്കും. ഡാ മത്തായി നിന്നോടാ ചോദിച്ചത്. ശരിക്കും എൻ്റെ ഇടയിൽ ഒരു മകൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞു, സത്യമുള്ളവനാണ് അവൻ്റെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവനിങ്ങനെ നക്ഷത്രം എണ്ണുക, അവൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ. ഇവിടെ യേശു ഉണ്ടോ? ആ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? മത്തായി എടാ നിത്യജീവനുണ്ടോ? മെഴുക്ക് ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. നിത്യതയെക്കുറിച്ചൊരു ഗ്ലിംസ് ഇല്ലാതെ ഭൂമിയിൽ എങ്ങനെ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും? ഞാൻ ആലോചിക്കുന്നത് അതെന്തുകൊണ്ടാണ് ചേടക്കാലം കൊണ്ട് അങ്ങനെ ഒരു മറവി സംഭവിക്കാൻ കാരണം എന്താ? മേ ബി ദ ബെസ്റ്റ് ടെക്നിക്ക് ഓഫ് സേറ്റൻ. സാത്താൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രം വിജയിച്ചിരിക്കുന്നത് അവിടെയായിരിക്കും. എനിക്ക് തോന്നി, ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്, സാത്താൻ എപ്പുറം പറയൂ അത്രേ, ബോണി നന്മ ചെയ്യണം കേട്ടോ, നീ നന്മ ചെയ്യണം, ഇന്ന് വേണ്ട നാളെ മതി. അപ്പം നിത്യതയിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് ഈ നന്മ ചെയ്യണം കേട്ടോ. അപ്പം സാത്താൻ പോലും വേദം ഓതുക, ഇന്ന് വേണ്ട നാളെ ആയിക്കോട്ടെ. ഓരോ ദിവസവും അങ്ങനെ പറയും. പിന്നെ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 39. അയ്യോ 65 വയസ്സിനൊക്കെ ശേഷം മതി. അതുവരെയൊക്കെ ഓടി നടന്നേ, കിട്ടാവുന്ന ഗ്ലോറിയും ഫലകങ്ങളും ഒക്കെ വാങ്ങി സന്തോഷിച്ചേ അങ്ങനെ ഒരു പേരൊക്കെ ഭൂമിയിലൊന്ന് ഉറപ്പിച്ചിട്ട് 65 വയസ്സിന് ശേഷം മരിക്കുമ്പോൾ ആരും ദോഷം പറയല്ലേ, എല്ലാം ചെയ്ത് കുറച്ച് നന്മയൊക്കെ ചെയ്ത് നീ മരിച്ചു. അപ്പം ഇതാണ് ആ ഒരു ടെക്നിക്ക് വരുന്നതുകൊണ്ട് ഇന്ന് ജീവിക്കുക. ഒരു പഴയ തത്വശാസ്ത്രജ്ഞനുണ്ട്, ഈറ്റ് ഡ്രിങ്ക് മേക്ക് മെറി, തിന്ന് കുടിച്ച് ജീവിക്കുക. അത് മറന്നു പോകാനിടവൽ. നമ്മളതാണ് പാടുന്നത്, ഇത് സത്യം മറക്കാൻ ഇടവരല്ലേ. പലരും അത് ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു പരിചയമുള്ളൊരു ചേട്ടൻ പറഞ്ഞു, എടാ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്, അത് അടിച്ച് പൊളിക്കണം. അപ്പം ഞാൻ ചോദിച്ചു എന്താ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് എന്താ? അപ്പം എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് മാക്സിമം സന്തോഷിക്കുക, സുഖിക്കുക. അപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം തോന്നിയെന്ന് പറയുകയാണേ, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു ജീവിതത്തിൽ എന്തിനാണ് കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞപ്പോൾ ബോണി ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഇതിൻ്റെ അനുപല്ലവിൽ ഇതിൻ്റെ ആൻസറുണ്ട്. ദൈവമായിക്കൊണ്ട് കൊണ്ടുവന്നാ കേട്ടോ അത്. അതിന് സിയോൻ മലയിലെ ശോഷന്ന പൂവ് പോൽ ശാന്തമായി നിന്നാമം വാഴ്ത്താം. താബോർ മലയിലെ മേഘങ്ങളായി നിൻ മഹിമതൻ മാധുര്യം നുകരാം. ബോണിയുടെ സുഹൃത്ത് എന്നാ പറഞ്ഞത്? ഇടാ ലൈഫ് എൻജോയ് ചെയ്യാം. എൻജോയ് എന്നാ പറഞ്ഞത് അദ്ദേഹം? ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറഞ്ഞ കുറച്ച് മദ്യം കഴിക്കുക, കുറച്ച് അങ്ങനെ അടിച്ചു പൊളിക്കുക. ഇതെന്നാന്നറിയോ, സത്യം പറഞ്ഞാൽ ഇവർ പറയുന്നു നമ്മൾ പറയുന്നു ഒന്ന് തന്നെയാണ്. പൗലോസ്ലീഹ പറഞ്ഞേ ഡു ദ മാക്സിമം, സന്തോഷിക്കേ, അടിച്ചു പൊളിച്ച് ജീവിക്കേ. പക്ഷേ ഇവർ സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ബോണി, വഴിയിൽ കിടന്നിറങ്ങുന്ന ഒരു മനുഷ്യന്
രാവിലെ 5:45 മണിക്ക് ബോണി പോയി വിളിച്ചെണിപ്പിച്ച് കാപ്പി എന്ന് പറഞ്ഞാൽ അയ്യോ ദൈവമേ അത്ഭുതം, സ്വർഗ്ഗം ഇറങ്ങി വന്നോ എന്നൊക്കെ പറഞ്ഞ ആള് ദൈവമേ ദൈവദൂതനാണോ നീ നമ്മൾ കാലിലൊക്കെ തൊടും. അയാൾക്ക് അതാ സ്വർഗം. മനസ്സിലായോ? ബോണിയുടെ അടുത്ത് രാവിലെ വന്നിട്ട് പോണിച്ചേട്ടാ എന്നാടി പോണിച്ചേട്ടാ എന്നാടി ഞാൻ ഇന്നലെ ശാലമേ പോയിട്ട് വന്നാൽ നിനക്ക് അറിഞ്ഞൂടെ പോണിച്ചേട്ടാ കാപ്പി എന്ന് പറഞ്ഞാൽ ബോണിക്ക് ഒരു പുതുമയില്ല. ബോണിക്ക് സ്വർഗം ആ കാപ്പി അല്ലാണോ? അതിനൊത്തിരി അപ്പുറത്താണ്. അപ്പം സത്യത്തിൽ ഇങ്ങനെ പറയുന്നവരോട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഇവരുടെ വിചാരം ആനന്ദം എന്ന് പറയുന്നത് ഇതാന്ന. പക്ഷേ സിയോൻ മലയിലെ ശോഷണപ്പൂവാകുമ്പോൾ കിട്ടുന്ന ഒരു ഇൻവേഡ് ആനന്ദമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ആ ആനന്ദത്തിൻ്റെ മുമ്പിൽ ഇതൊന്നുമല്ല. ഇത് തിരിച്ചറിയാൻ വൈകിയല്ലോ എന്നാണ് അഗസ്റ്റിനസിനെ പോലെ ലോകം പൊട്ടനെന്ന് വിളിക്കുന്നവൻ കരഞ്ഞത്. അതുകൊണ്ടാണ് എൻ്റെ തമ്പുരാനെ ഞാൻ പൊട്ടനായി പോയല്ലോ, ഇതൊന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിയല്ലോ. അപ്പൊ അതിനു മുമ്പുള്ള അഗസ്റ്റിനോസിന്റെ ആദ്യകാല ജീവിതത്തിന്റെ തത്വം ഏറ്റെടുക്കുന്ന അനേകരുണ്ട്. താബോർ മലയിലെ മേഘങ്ങളാകുമ്പോൾ കിട്ടുന്നൊരു ആനന്ദമുണ്ട്. അതല്ലേ അവർ പറഞ്ഞു എൻ്റെ പൊന്നോടെ തമ്പുരാനെ ഞാൻ ഇവിടെ ചത്തൊടുങ്ങിക്കോട്ടെ, ഞങ്ങളെ താഴോട്ട് കൊണ്ടുപോകല്ലേ, ഇവിടെ ആയാൽ മതി. അപ്പൊ അത് തിരിച്ചറിയാനുള്ള അതൊരു ഭാഗ്യമാണ്. അപ്പൊ അവര് പറഞ്ഞത് ശരിയാ. നമ്മൾ പറഞ്ഞത് ജീവിതം ആനന്ദിക്കുന്ന അടിച്ചു ഇങ്ങനെ ചത്ത് മുങ്ങയെപ്പോലൊന്നും ജീവിക്കണ്ട. പക്ഷേ ആ ആനന്ദത്തിൻ്റെ ശ്രേണിയെല്ലാം വ്യത്യാസമാണ്. അത് കൊടുക്കലാണ്, അത് ഉരുകലാണ്, അത് ബോണി അറിയാതെ ബോണിക്ക് വേണ്ടി ഞാൻ ഉപവസിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു രഹസ്യം പറയുമ്പോൾ ഒന്നും തോന്നല്ലേ. ഞാനും സന്തോഷ് കരിമത്രയും കൂടെ ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ സന്തോഷമായിട്ട് ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. ഈരപ്പള്ളിയിൽ വെച്ച് കേട്ടിട്ടുണ്ട്. ദൈവത്തോട് വിശ്വസ്തനാണെന്ന് എൻ്റെ ആത്മാവ് പറയുന്നു. ദൈവം അവനെ ഒരുപാട് ഉയർത്തട്ടെ. കണ്ടിട്ടില്ല. ചെന്നൈയിൽ വെച്ച് വിസയുടെ ഓഫീസിൽ വെച്ചാണ് കണ്ടിരിക്കുന്നത്. അന്നൊരു 1.5 മണിക്കൂർ സംസാരിച്ചു, പിരിഞ്ഞു. അന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി എന്ന ഞാൻ ഈ കാലങ്ങളിൽ ഉപയോഗിച്ചൊരു വാക്യം എൻ്റെ അച്ഛാ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ഹൃദയം തുറന്നു ബന്ധമായി. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് സന്തോഷം അറിയുന്നുണ്ടാവണമെന്നില്ല, ഞാൻ മെസ്സേജ് അറിയിക്കുന്നുമില്ല. പക്ഷെ അതിനകത്തൊരു ആനന്ദം എനിക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഈ ഒരു ഉരുകളുടെ ആനന്ദം, പടച്ചലിൻ്റെ ആനന്ദം മനസ്സിലാവുന്നുണ്ടോ? ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ആനന്ദം വലുതാ. അത് സിയോൻ മലയിലെ ശോഷനപ്പോ എന്തെങ്കിലും മിണ്ടുകയും പറയും ചെയ്തോ? ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവന് ഒരാനന്ദമുണ്ട്. താബോർ മലയിലെ മേഘങ്ങൾ വന്നു പോയി കണ്ടു കീഴടക്കി. മിണ്ടിയതൊക്കെ ബാക്കി യശയും മോശയൊക്കെയാണ്. അച്ഛൻ പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് ശക്തമായി. ഞാൻ സത്യത്തിൽ അയ്യോ കഷ്ടമാണല്ലോ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഒന്ന് ഞാൻ ആ കൂട്ടത്തിലും ഓർത്തു പോവുക, ഞങ്ങളുടെ അതിരൂപതയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. 3000 പേര് അതിരുമ്പഴേ വന്നു. അപ്പം ഞാൻ ഈ കൂട്ടായ്മയെ നോക്കി സന്തോഷം പിതാക്കന്മാരും എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരു ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിച്ച ആൾ ഞാനാണെന്ന് എനിക്കൊരു തോന്നൽ വന്നു. മറ്റൊന്നും കൊണ്ടല്ല, 2 ദിവസം ഇത് പറയുന്നതല്ല, മനസ്സൊരുകി കരം വിരിച്ചു പിടിച്ച് ഞാൻ എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടിയും അതിരൂപതയ്ക്ക് വേണ്ടിയും മലബാർ സഭയ്ക്ക് വേണ്ടിയും ലോകസഭയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ കുഞ്ഞു പള്ളിയിരുന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കലും ചെയ്തിട്ടില്ല, ഈ വർഷമാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പം വെളുപ്പിനെ 4 മണിക്ക് എന്തും വരട്ടെന്ന് കരുതി, മക്കളൊക്കെ വരുമോ ഇല്ലയോ, 2 കൽപ്പിച്ചു. ഈശോ എഴുന്നള്ളിച്ച് വെച്ചിട്ട് പറഞ്ഞു, പ്രിൻ്റ് ചെയ്ത് വെച്ചു, നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, എല്ലാ രൂപതകൾക്കും വേണ്ടി, ലോകസഭയ്ക്ക് വേണ്ടി, അച്ഛൻ്റെ ദൈവങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പള്ളി വന്നു പോകുന്നവർക്ക് വേണ്ടി പ്രിൻ്റ് ചെയ്ത് വെച്ചു. മക്കളെ കഴിയുമെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ പേപ്പർ വെച്ച് പാറയും വെച്ചു. മക്കളെല്ലാം കരം വിരിച്ച് പ്രാർത്ഥിച്ചു. വൈകിട്ട് 5 മണി വരെ 13 മണിക്കൂർ. ശരിക്കും അതിരമ്പുഴയിൽ പന്തലിരിക്കുമ്പോൾ ഏറ്റവും വലിയ ആനന്ദം ഞാൻ അനുഭവിക്കുന്നത് സിയോൻ മലയിലെ ശോഷന്നപ്പൂവ് പോൽ ശാന്തമായി നിന്നാമം വാഴ്ത്താം. താബോർ മലയിലെ മേഘങ്ങളായി നിൻ മഹിമതൻ മാധുര്യം നുകരാം. നിന്റെ പാവന ജീവിതം പ്രാർത്ഥനാമൃത നിർഭരം എൻ്റെ മാതൃകയാക്കുവാൻ നിൻ പൈതൃകമേകണേ പ്രപഞ്ചനാഥ. ഒരു
നന്നായിട്ട് ഈ ഒരു നിത്യതയുടെ ബോധത്തിൽ പോകാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആരും അറിയാതെ ചില ത്യാഗങ്ങൾ എടുക്കാനും ഈശോ തന്നെയാണ് റോൾ മോഡൽ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഈശോയെ അവസാനം നിന്റെ പാവന ജീവിതം പ്രാർത്ഥനാമൃത നിർഭരം എൻ്റെ മാതൃകയാക്കുവാൻ നിൻ പൈതൃകമേകണേ എൻ്റെ ഈശോ എന്ന് പറയാതെ പ്രപഞ്ചനാഥ. യേശു ഇപ്പം പ്രപഞ്ചനാഥന, എന്നേക്കും ജീവിക്കുന്ന നിത്യന. അതുകൊണ്ടാണ് അവിടെ ഈശോ എന്ന് വിളിക്കാതെ പ്രപഞ്ചനാഥ എനിക്ക് നിത്യതയെക്കുറിച്ചുള്ള ബോധം തരണമേ, എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ. സങ്കീർത്തനം 90:12. ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണി പഠിച്ചവന് ഒരിക്കലും ഭൂമിയിൽ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. സിയോൻ വയലിലെ ശോഷന്ന പൂപോൽ ശാന്തമായി നിൻ നാമം വാഴ്ത്താൻ. താബോർ മലയിലെ മേഘങ്ങളായി നിൻ മഹിമതൻ മാധുര്യം നുകരാൻ. നിന്റെ പാവന ജീവിതം പ്രാർത്ഥനാമൃത നിർഭരം എൻ്റെ മാതൃകയാക്കിടാൻ നിൻ പൈതൃകമേകണേ പ്രപഞ്ചനാഥ. എൻ്റെ ചരണം ഇങ്ങനെയാണ് പോകുന്നത്. ഓർശലേം വീഥിയിൽ പൂക്കുന്ന പുണ്യമേ രക്ഷക, നീ എൻ്റെ ഭാഗ്യം. ശാലോം പാട്ടുകൾ എന്നെന്നും പാടുവാൻ അക്ഷയ കാരുണ്യം ഏകൂ. അലിവഴും നിൻ ഹൃത്തിലെ ഒലിവുശാഖയിൽ പാർക്കുവാൻ ചെറുകുരുകിൽ പക്ഷിയായി ഞാൻ കാത്തു നിൽക്കയായി പ്രപഞ്ചനാഥ. എഴുതിയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടൊരു വരിയ എൻ്റെ ബോണിത്. അലിവഴും നിൻ ഹൃത്തിലെ ഒലിവുശാഖയിൽ പാർക്കുവാൻ ഒരു ചെറുകുരുകിൽ പക്ഷിയായി ഞാൻ കാത്തു നിൽക്കുന്നു. അവിടെയും നിൻ്റെ അലിവിൻ്റെ ഒലിവ് ശാഖയിൽ പാർക്കുന്ന ഒരു നിസ്സാര ജന്മമാണ് ഞാൻ. നീയോ കൃപയുടെ ഒലിവ് മരം, ഞാനോ ഭൂമിയിലെ ഒരു കുരുകിൽ. നീയാണ് നിത്യത, സത്യം, ഞാനോ ചെറുകുരുകിൽ. ഈ പാട്ടിൻ്റെ വരികളിൽ ഈ ഒരു അർത്ഥപൂർണ്ണത നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? അത് ശരിക്കും ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ബോണി. നമുക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. ഈ അച്ഛനെടുത്ത ആ സങ്കീർത്തനത്തിന് വചനം പറഞ്ഞുകൊണ്ട് അല്ലേ? തീർച്ചയായിട്ടും. മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അതിലേറിയ ഭാഗവും കണ്ണീരും ഭാരവുമായി കഴിയുന്നു. 90 സങ്കീർത്തനം മുഴുവൻ പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ആയുസ് എത്ര ചെറുതാണ്. ദൈവമേ, എന്നെയും ബോണിയെയും പളുങ്കുകടലിൽ മുങ്ങിയിരിക്കുന്ന എല്ലാവരെയും ആയുഷിൻ്റെ ദിനങ്ങൾ എണ്ണാൻ പഠിപ്പിക്കണമേ. സങ്കീർത്തനം 90:12. ദൈവമേ, ആയുഷിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ അഹങ്കാരത്തെ അനുദിനം ആയുഷിൻ്റെ ഹ്രസ്വതയെക്കുറിച്ചുള്ള ഓർമ്മ വഴി അഹങ്കാരത്തെ അമർത്തി വയ്ക്കാൻ ഞങ്ങളെല്ലാവരെയും ഇടവരുത്തണമേ.
പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. സാക്ഷ്യം ചൊരിഞ്ഞു നീങ്ങാൻ സ്തുതിച്ചു വാഴ്ത്താൻ വരം തരേണേ. നീ ജീവന്റെ മാർഗം, ഓ നീ പ്രാണന്റെ നാളം, അനന്ത സ്നേഹം മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. സിയോൻ വയലിലെ ശോഷന്ന പൂ പോൽ ശാന്തമായി നിൻ നാമം വാഴ്ത്താൻ. താബോർ മലയിലെ മേഘങ്ങളായി നിൻ മഹിമ തൻ മാധുര്യം നുകരാൻ. നിന്റെ പാവന ജീവിതം പ്രാർത്ഥനാമൃത നിർഭരം എന്റെ മാതൃകയാക്കിടാൻ നിൻ പൈതൃകമേകണേ പ്രപഞ്ചനാഥ. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. ഓർശലീം വീഥിയിൽ പൂക്കുന്ന പുണ്യമേ രക്ഷകാ, നീന്റെ ഭാഗ്യം. ശാലോ പാട്ടുകൾ എന്നെന്നും പാടുവാൻ അക്ഷയ കാരുണ്യ
ചിറകുരുകിൽ പക്ഷിയാ